റാസൽ ഖൈമയിൽ അമ്മയെയും 2 മക്കളെയും വെടിവെച്ച് കൊലപ്പെടുത്തിയ കേസിലെ പ്രതിക്ക് കോടതി വധശിക്ഷ വിധിച്ചു. പ്രതിയുടെ മകന് 9 മാസത്തെ തടവ് ശിക്ഷയും കോടതി വിധിച്ചിട്ടുണ്ട്. കോടതി വിധിയെ സ്വാഗതം ചെയ്യുന്നെന്ന് കൊല്ലപ്പെട്ടവരുടെ ബന്ധുക്കൾ അറിയിച്ചു. കഴിഞ്ഞ വർഷം മെയ് 7-നാണ് UAE പിടിച്ചുലച്ച കൊലപാതകം നടക്കുന്നത്. വീടിന് മുന്നിലെ റോഡിൽ ഗതാഗത തടസ്സമുണ്ടാകുന്ന വിധത്തിൽ വാഹനം നിർത്തിയതിനെ ചൊല്ലിയുണ്ടായ തർക്കമാണ് 3 പേരുടെ ജീവനെടുത്തത്. മകനുമായി പ്രതി വഴക്കിടുന്നത് കേട്ട് പുറത്തിറങ്ങിയ 66 വയസ്സുള്ള വീട്ടമ്മ പ്രതിയെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു. ബഹളം രൂക്ഷമായതോടെ ഇവരുടെ 3 പെൺമക്കളും വീട്ടിൽ നിന്നും ഇറങ്ങിവന്ന് പ്രശ്നത്തിൽ ഇടപെട്ടു. തുടർന്ന് പ്രതി ഇവർക്കു നേരെ വെടിയുതിർക്കുകയായിരുന്നു. 66-കാരിയായ വീട്ടമ്മയും 47-ഉം 36-ഉം വയസ്സുള്ള 2 പെൺമക്കളും സംഭവ സ്ഥലത്തു വെച്ച് തന്നെ മരിച്ചു. ഇവരുടെ മറ്റൊരു മകൾക്കും ആക്രമണത്തിൽ പരിക്കേറ്റു. റാസൽ ഖൈമ ക്രിമിനൽ കോടതിയാണ് GCC-കാരനായ പ്രതിക്ക് വധശിക്ഷ വിധിച്ചത്. മനഃപൂർവ്വമുള്ള കൊലപാതകമാണ് പ്രതി നടത്തിയതെന്ന് കോടതി നിരീക്ഷിച്ചു. മാത്രമല്ല, കൊലപാതകത്തിന് ഉപയോഗിച്ച തോക്കിന് ലൈസൻസ് ഇല്ലെന്നും കണ്ടെത്തി. വാഹനത്തിൽ പ്രതിയോടൊപ്പമുണ്ടായിരുന്ന മകന് വധശ്രമം, ഭീഷണിപ്പെടുത്തൽ തുടങ്ങിയ കുറ്റങ്ങൾ ചുമത്തിയാണ് ജയിൽ ശിക്ഷ വിധിച്ചത്. ആദ്യ കേസിൽ 6 മാസവും 2ാമത്തെ കേസിൽ 3 മാസവുമാണ് മകനുള്ള ശിക്ഷ. ഇതിനു പുറമെ 10,000 ദിർഹം പിഴയും 100 ദിർഹം കോടതി ചെലവായും നൽകണം. കോടതി വിധിയെ സ്വാഗതം ചെയ്യുന്നതായി കൊല്ലപ്പെട്ട വീട്ടമ്മയുടെ മകൻ പ്രാദേശിക ഇംഗ്ലീഷ് മാധ്യമങ്ങളോട് പറഞ്ഞു. മാതൃഭൂമി ന്യൂസ്, ദുബായ്.